ജനവികാരം. അത് നോക്കൂ, ഇപ്പൊ ജനവികാരം വി.ഡി. സതീശന് അനുകൂലമാണ്, ജനവികാരം ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ്, ജനവികാരം കെ.സി. വേണുഗോപാൽ അനുകൂലമാണ് എന്നത് അവിടെ നിൽക്കട്ടെ. ജനവികാരം ഒരു പാർട്ടി മാനിക്കരുത് എന്ന് പറയുന്നത് എന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണെന്ന് നേതാക്കൾ തെളിയിക്കട്ടെ എന്നേ. അത് മത്സരത്തിന് മുൻപ് തെളിയിക്കാനുള്ള സാധ്യത ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്നില്ല എങ്കിൽ അത് അതിനുശേഷം തെളിയിക്കണമല്ലോ. ഈ ജനവികാരത്തിന്റെ ചിറകേറിയാണ് ഏത് അധികാര കോട്ടക്കൊത്തളത്തിന് മുകളിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് എന്നത് മറന്നു പോകരുത്. അപ്പോൾ അത് അവനവൻ അനുകൂലമാണ് എന്ന് ഉറച്ച ആത്മവിശ്വാസം എല്ലാ നേതാക്കൾക്കും അത്യാഡംബരമൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ എന്താ പ്രശ്നം അറിയാമോ? കുറേ നേതാക്കൾക്ക് ഒരിക്കലും മാറാത്ത ഡാമേജ് ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഒരു ഫോട്ടോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ സാധാരണഗതിയിൽ ജൈവിളിയും ബീജമും മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ ഒന്ന് കയറി നോക്കൂ, ഈ വിജയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിൻ്റെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കൂ. ആദ്യമൊക്കെ വലിയ അഭിനന്ദനമാണ്. ഷാഫി പറമ്പിൽ രാത്രി പകലില്ലാതെ പണിയെടുത്തൊരു നേതാവാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. വലിയ അഭിനന്ദന പ്രവാഹമാണ്. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ജനവികാരത്തെ വെല്ലുവിളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഷാഫി പറമ്പിലിൻ്റെ അടക്കം ഫേസ്ബുക്കിലൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റോജി എം ജോണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഇതിനിപ്പോൾ കാശ് കൊടുത്തിട്ട കമൻറ്റുകളാണോ എന്നറിയാനുള്ള ഒരു പൊതു കൗതുകത്തിൻ്റെ പേരിൽ ഞാനൊരു 25 പ്രൊഫൈൽ കയറി നോക്കി. അതൊന്നും പെയ്ഡ് പ്രൊഫൈലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കെ സുധാകരൻ വലിയ അണികളിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹം ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായും പിന്നെ കെ.സി. വേണുഗോപാൽ അനുകൂലമായും നിലപാടെടുത്തു. മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ ജ്വലിക്കുന്ന നക്ഷത്രമാണ്, തിളയ്ക്കുന്ന രക്തമാണ് എന്നൊക്കെയുള്ള വലിയ പ്രതീതിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇങ്ങനെ തുടരുകയാണ് പല നേതാക്കൾ. ഞാൻ പറയുന്ന പക്ഷത്തിൻ്റെ കാര്യമല്ല, പല നേതാക്കൾക്ക് വലിയ തോതിലുള്ള ഡാമേജ് ഇതിനിടയിൽ ഈ നിലയെടുക്കുന്നതിന് നോക്കൂ. കെ.എം. അഭിജിത്ത് ഈ പറയുന്ന പോലെ ഭാഗ്യം എന്ന വാക്കിന്റെ പര്യായം എന്ന നിലയ്ക്ക് കണ്ടതാണ്. ആ ഫോണിന്റെ മറവിലാണ് കെ.എം. അഭിജിത്തിന്റെ വോട്ട് ആർക്ക് എന്ന് കാണാതെ പോയത്. പക്ഷെ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കെ.എം. അഭിജിത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.